നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തും മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കും. വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും, കഴക്കൂട്ടത്ത് വി മുരളീധരനും, തൃശൂരിൽ പത്മജ വേണുഗോപാലും, പാലായിൽ ഷോൺ ജോർജും, പാലക്കാട് ശോഭാ സുരേന്ദ്രനുമാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. 47 പേരടങ്ങുന്ന ആദ്യഘട്ട പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. MG പ്രദേശ വിവരങ്ങളുമായുണ്ട്. പ്രദേശ പ്രധാന മണ്ഡലങ്ങൾ, പ്രമുഖ സ്ഥാനാർത്ഥികൾ. മധു, തീർച്ചയായും ബി.ജെ.പിക്ക് ഏറെ വിജയപ്രതീക്ഷയുള്ള എ ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ 47 ഇടങ്ങളിലാണ് ബി.ജെ.പി. ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ പുറത്തുവന്ന സാധ്യതാ പട്ടികയിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. നേമത്ത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ, കഴക്കൂട്ടത്ത് വി മുരളീധരനൊപ്പം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ മത്സരത്തിനിറങ്ങും. ഒപ്പം കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മത്സരിക്കാനുണ്ട്. CPM വിട്ട ബി.ജെ.പിയിലെത്തിയ മുൻ ദേവികുളം MLA S രാജേന്ദ്രൻ ദേവികുളത്ത് നിന്ന് ബി.ജെ.പിക്ക് വേണ്ടി ജനവിധി തേടും. ഒപ്പം കോൺഗ്രസ് വിട്ട ആർ രശ്മി കൊട്ടാരക്കരയിൽ നിന്നും ബി.ജെ.പിക്ക് വേണ്ടി മത്സരിക്കും. ഈ 47 മണ്ഡലങ്ങളിൽ ഈ സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ കളം നിറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ റോഡ് ഷോ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. തിരുമലയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഒപ്പം വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയുടെയും റോഡ് ഷോ നടക്കുന്നുണ്ട്. വി മുരളീധരനും ഇന്ന് മണ്ഡലത്തിൽ സജീവമാണ്. എന്തായാലും 47 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആ മണ്ഡലങ്ങളിൽ ഇന്ന് മുതൽ തന്നെ സജീവമായി നാളേക്ക് വെച്ചില്ല. 47 പേരടങ്ങുന്ന ആദ്യഘട്ട പട്ടിക ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുന്നു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.